അസ്സലാമു അലൈക്കും. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള 10ാമത്തെ അധ്യായമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിവരങ്ങൾ കൈമാറുക, ശരിയായി മനസ്സിലാക്കുക, ട്രാൻസ്ഫർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ആ ഒരു പ്രക്രിയക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതിൻ്റെ ഒരു അധ്യാപകൻ ഒരു നിർദ്ദേശം നൽകുന്നു, വിദ്യാർത്ഥികൾ അത് ശരിയായി മനസ്സിലാക്കുകയും ചെയ്താൽ അത് ഫലപ്രദമായ കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന 4 പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മാനേജ് ബിഹേവിയർ, സ്ഥാപനത്തിലെ ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുക, ജോലി വിവരണം, സ്ഥാപന നിയമങ്ങൾ, മേലുദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾ, അതൊക്കെ പെട്ടെന്ന് കൊടുക്കുക. രണ്ടാമത് ഫോസ്റ്റർ ഫീഡ്ബാക്ക് വഴി ജീവനക്കാരനെ അറിയാം, ജോലി ശരിയായി ചെയ്യുന്നുണ്ടോ, എന്താണ് മെച്ചപ്പെടുത്തേണ്ടത്, ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കുക, ആ രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക്, അഭിപ്രായം ലഭ്യമാക്കൽ. പിന്നെ ഇമോഷണൽ എക്സ്പ്രഷൻ, സന്തോഷം, നിരാശ, സന്തോഷം, ഇതൊക്കെ പഠിക്കുക. ഈ ഇൻഫർമേഷൻ ആക്ഷൻ, വിവര കൈമാറ്റം, തീരുമാനം എടുക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാം. ഇപ്പോൾ സെയിൽസ് റിപ്പോർട്ട് നോക്കി മാനേജർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൻഡർ, പിന്നെ എൻകോഡിങ്, പിന്നെ ചാനൽ. ആദ്യം ചിന്തയെ വാക്കുകളായി മാറ്റി അയക്കുക. അപ്പോൾ ചാനൽ സന്ദേശം കൊടുക്കുന്ന ഫോൺ, ഇമെയിൽ, ആ ഒരു ഇതിൽ ചെയ്തിട്ട് പിന്നെ റിസീവർ റീകോഡിങ്, പിന്നെ റിസർവ് കൊടുക്കുക, അതിനെ റീകോഡിങ് ചെയ്യും, സന്ദേശം മനസ്സിലാക്കുന്നു അപ്പുറത്ത്. അപ്പോൾ അതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. നോയ്സ്, അതിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, ഭാഷാ പ്രശ്നം, തെറ്റിദ്ധാരണ, സംസ്കാര വ്യത്യാസം, അധിക വിവരങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യത്യാസങ്ങൾ വന്നേക്കാം. പിന്നെ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 ദിശയിലേക്കാണ് നടക്കുന്നത്. ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ, മാനേജർ എംപ്ലോയി, ജോലി നൽകി നിന്ന് താഴെയുള്ള ഉദ്ദേശിക്കുന്നു. പിന്നെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ, ജീവനക്കാരിൽ നിന്ന് മാനേജറിലേക്ക് പ്രശ്നങ്ങൾ അറിയിക്കാം, നിർദ്ദേശം. ഇനി ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ, ഒരേ ലെവലിലുള്ള രീതികൾ നമ്മളുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റും. ടീച്ചർ എംപ്ലോയി സമയം ലഭിക്കും, പിന്നെ സഹകരണം ലഭിക്കും. പിന്നെ സ്മോൾ ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ചെയിൻ നെറ്റ്വർക്ക്, ക്രമാനുസൃതമായ കമ്മ്യൂണിക്കേഷൻ, ABCD, അപ്പോൾ അക്യൂറസി കൂടുതലോ ABCD, ഒരു ചെയിനിൽ ഇങ്ങനെ പോകുന്ന സാധനം. ഇനി വീൽ നെറ്റ്വർക്ക്, ഒരാൾ കേന്ദ്രമായിട്ട് എല്ലാവരോടും സംസാരിക്കും, മാനേജർ എംപ്ലോയിനോട്, മാനേജർ മറ്റൊരാളോട്, അങ്ങനെ ആളോട്, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരാളെ കേന്ദ്രീകരിച്ചിട്ട്. അപ്പം മറ്റുള്ളവർക്കുള്ള തൃപ്തി, വേഗത്തിൽ വിവരങ്ങൾ കിട്ടും, എത്താൻ ആവശ്യമുള്ളവർക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല. ഞാൻ ചാനലിൽ നോക്കാം, എല്ലാവരോടും സംസാരിക്കാം. പിന്നെ ടീം വർക്ക് ശക്തമാവും, അവർക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ടീം വർക്ക് പോകുന്ന സാധനം. പിന്നെ ഗ്രേറ്റ് മീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഓഫീസ് ഗോസിപ്പ്, യൂണിവേഴ്സ്, അങ്ങനെ സാമ്പത്തിക ആദ്യം സാധനം സിമ്പിളായിട്ടൊരു ഗോസിപ്പ് പോലെ ചെയ്യുന്നത്. പിന്നെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ, വാമായിട്ടുള്ള മീറ്റിംഗ്, സ്പീച്ച്, ഫോണ്, വീഡിയോ കോള്, ഉടൻ ഫീഡ്ബാക്കിലൊക്കെ ആവുന്നു. പിന്നെ റിട്ടേൺ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഇമെയിൽ, ലെറ്റർ, റിപ്പോർട്ട്, വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുണ്ടാവും, പിന്നീട് വായിക്കാൻ പറ്റും, തെറ്റിദ്ധാരണ കുറയും. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കുകളില്ലാതെ ആശയം, മുഖഭാവം, കൈചലനം, കണ്ണോട്ടം, ശരീര ഭാഷ, ഇതിലുള്ള സാധനം നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്ന സാധനം. പിന്നെ ചാനൽ ബിസിനസ്സിന് ചാനലത്തോളം കൂടുതൽ വിവരങ്ങൾ കൈമാറുന്നു എന്നുള്ളതാണ് ചാനൽ ബിസിനസ്. ഇപ്പോൾ ഇമെയിൽ, ലെറ്റർ ഇല്ല സ്വന്തമായിട്ട്. പിന്നെ ഫേസ് ടു ഫേസ്, വീഡിയോ ടു വീഡിയോ കോൺഫറൻസ്, ഒരു സങ്കീർണമായ വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവർ സ്വാധീനിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമാറ്റിക് പ്രോസസ്സ്, ഒന്നും ആദ്യത്തെ ചിന്തിക്കാതെ വിശ്വസിക്കൽ, ഇപ്പം ഇവർ കൺട്രോൾഡ് പ്രോസസ്സിങ് ആദ്യം ചിന്തിച്ചുകൊണ്ടുള്ളത്. പിന്നെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഫിൽറ്ററിങ്, അത്യാവശ്യം മാറ്റി പറയുക. പിന്നെ സെലക്റ്റീവ് പ്രോസസ്സ്, സ്വന്തം കാഴ്ചപ്പാടിനനുസരിച്ച് മാത്രം മനസ്സിലാക്കുക. പിന്നെ അമിതമായി വിവരങ്ങൾ ലഭിക്കുക. പിന്നെ കോപം, സന്തോഷം, കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. പിന്നെ ഒരേ വാക്കിന് പല അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആവശ്യമായ സമയത്ത് സംസാരിക്കാനുള്ള പേടി, കള്ളം പറയുക, അത് കുറച്ച് ആൾക്കാർ ഒരു എന്താണ് നല്ല എഫക്റ്റീവ് സംസാരത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, വ്യത്യസ്തമായ സംസ്കാരങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്ന് വാക്കുകളേക്കാൾ ബോഡി ലാംഗ്വേജ്, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അറബ്, ജപ്പാനീസ്, ചൈനീസ്, ലോകം കോണ്ടെക്സ്റ്റ് കൾച്ചർ എന്ന വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അമേരിക്ക, ഓസ്ട്രേലിയ. പിന്നെ ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ്, ഭാഷാ വ്യത്യാസം, വാക്കുകളുടെ വ്യത്യസ്ത അർത്ഥങ്ങൾ, സംസാര ശൈലി, ഒരു. പിന്നെ കസ്റ്റമേഴ്സ് 7 സ്റ്റെപ്സ്, വ്യത്യസ്ത സംസ്കാരങ്ങളുമായി നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താൻ 7 സ്റ്റെപ്പുകൾ നമുക്ക് പറ്റും. നോ യുവർ സെൽഫ്, സ്വന്തം മനസ്സിലാക്കുക. പിന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ്, ലേൺ അതേഴ്സ്,
ലിസൺ ഫസ്റ്റ്, സ്റ്റൈറ്റ് ഫാക്ടേഴ്സ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി. പിന്നെ മാനേജർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു. നല്ല മാനേജർ ചെയ്യേണ്ടത് ശരിയായ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് തിരഞ്ഞെടുക്കുക, ഫീഡ്ബാക്ക് വാങ്ങുക, കഴിയുന്നതിനനുസരിച്ച് ഫേസ് ടു ഫേസ് സംസാരിക്കുക, ഓഡിയൻസ് അനുസരിച്ച് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒഴിവാക്കുക, വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ കൾച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ എടുത്തുകൊണ്ടുള്ള സാധനം. മനസ്സിലാവും.